ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്കൊരു നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കി നോക്കിയാലോ? അതെ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി റാഗി സ്മൂത്തിയാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ റാഗിയുടെ പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അഥവാ നമ്മുടെ കയ്യിൽ പൊടിയല്ലാത്ത ഫുൾ റാഗിയാണ് ഉള്ളതെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് അരിച്ചതിന് ശേഷം അത് വെള്ളത്തിലേക്ക് ചേർക്കാവുന്നതാണ്. ആവശ്യമായ വെള്ളം ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന റാഗി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയാവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് കുറുക്കാനായിട്ട് വെച്ചത്. നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കുറുക്കിയെടുത്താൽ ഈ റാഗിയുടെ ഒരു റോ ടേസ്റ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. റാഗി ഇപ്പോൾ കുറുകി വരുന്നുണ്ട്. കുറച്ച് തിക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. റാഗി നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അത് മാത്രമല്ല അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട്, പ്രോട്ടീനും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഷുഗർ ഉള്ളവർക്ക് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. റാഗി കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഞാനിവിടെ അരയ്ക്കാനായിട്ട് ജ്യൂസർ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് തണുത്ത റാഗി ചേർത്ത് കൊടുക്കാം. റാഗി ഫുൾ ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ 2 റോബസ്റ്റയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെയിറ്റ് ലോസിന് റോബസ്റ്റ വളരെ നല്ലതാണ്. അഥവാ വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്കിതിലേക്ക് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ്. റോബസ്റ്റ കട്ട് ചെയ്ത് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. കുരു കളഞ്ഞതിന് ശേഷം ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് കശു നട്ട്സ് ആണ് ചേർക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഇതിലേക്ക് 2 ബൂസ്റ്റാണ് ചേർക്കുന്നത്. ഷുഗർ ഉള്ളവരെ ബൂസ്റ്റ് ചേർക്കണമെന്നില്ല, സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളിതിൽ ചേർത്ത നട്ട്സും ഡേറ്റ്സും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡേറ്റ്സ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ പാല് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. നമ്മൾ കുറച്ചുകൂടി തിക്ക് കൺസിസ്റ്റൻസി എടുത്താൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ സ്മൂത്തി ആയിട്ടൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. ഷുഗർ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. റാഗിയിൽ കാൽസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയണും ധാരാളം ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും പ്രഗ്നൻറ്റ് വുമൻസിനും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല ഇതിൽ ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീനും അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീമിക് ആയിട്ടുള്ളവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഡൈജഷനും ഇത് വളരെ നല്ലതാണ്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുവാണ്. ക്ഷീണം കറ്റാനും ആരോഗ്യം ഉണ്ടാവാനൊക്കെ ഉള്ള നല്ലൊരു റെസിപ്പിയാണ്. കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് മുൻപ് ഞാനൊരു ഓട്സിൻ്റെ വെയിറ്റ് ലോസ് സ്മൂത്തി റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സ് കാണണം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ റാഗി സ്മൂത്തി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.